So we have to design a pair of spark gear to transmit 10 kilowatt at pinion speed of 2000 rpm. A driven gear and rpm തന്നിട്ടുണ്ട്, that's 500 rpm. You have to select the suitable material and decide the dimension of the gear pair. So first I have written all the given condition. Power under pinion speed, pinion ആയിരിക്കും, I mean smaller ഗിയറിലായിരിക്കും എപ്പോഴും ഹയർ സ്പീഡ്. ഡ്രിവൺ ഗിയർ, അതായത് ഡ്രൈവ് ചെയ്തതിലാണ് പവർ കൊടുക്കുന്നത്, ദാറ്റ് വിൽ ബി ഹാവിങ് ലോവർ സ്പീഡ്. അതുപോലെ തന്നെ പിനിയൻ്റെ ഡയമീറ്റർ ചെറുതും സ്പീഡ് കൂടുതലായിരിക്കും. ഡ്രിവൺ ഗിയറിൻ്റെ ഡയമീറ്റർ വലുതും സ്പീഡ് കുറവായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും. സോ പിനിയൻ സ്പീഡ് എന്ന് പറയുന്നത് യൂഷ്വലി N1 ഈസ് ടേക്കൺ ആസ് പിനിയൻ ആണ് എപ്പോഴും 1 കൊടുക്കുന്നത്. സോ N1 ഈസ് 2000 rpm. ഡ്രിവൺ ഗിയർ ഇറ്റ്സ് ടേക്കൺ ആസ് N2. In this question they haven't mentioned about any material. Usually material specify pinion and gear in a material ആണ് specify. It's not specified. So we are assuming cast steel of 0.2% carbon to be the material. You can take any material from the data book. Here I have taken cast steel of 0.2% carbon. So based on that, the design stress will be 193.2 megapascal. Since they haven't mentioned a separate distinctive material, രണ്ടിനും സെയിം മെറ്റീരിയൽ ആണ് അസ്യൂം ചെയ്യാം. സോ ബോത്ത് വിൽ ബി ഹാവിങ് സെയിം സ്റ്റാറ്റിക് സ്ട്രെസ്. സോ വെനെവർ മെറ്റീരിയൽ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദിസ് വേ. യു ക്യാൻ ചൂസ് എനി മെറ്റീരിയൽ and that specific design stress has to be taken same for both the pinion and driven gear. Okay, then next thing we have to look is first we have to find torque കണ്ടുപിടിക്കേണ്ടത്. So torque കണ്ടുപിടിക്കുന്നത് will be using power equation. Basically 2 pi nt by 60 is the equation. Here t is replaced by mt. Usually in spur problem we will not use t, instead we use mt. Both are same thing. So this will be the equation we'll be using to find first torque as a first parameter. നമുക്ക് വേണ്ടത് സോൾവ് ചെയ്യാൻ, we have the power in kilowatt but we have to convert into watt. So that's why 10⁻3. We have we have 2n, right? We have rpm, I mean for both pinion and gear രണ്ടും ഉണ്ട്. So which n will be taking? So before solving this problem, this type of spar problem, we have to determine which part is weak, whether pinion or gear. അതിന് കണ്ടുപിടിക്കുന്ന ഫാക്ടർ സിഗ്മ ഡി ഇൻറ്റു വൈ എന്നൊരു ഫാക്ടർ ഉണ്ട്, അത് ഞാൻ പറയാം. ഇൻ ദിസ് ക്വസ്റ്റ്യൻ അവർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് നോട്ട് മെൻഷൻഡ് മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് ബോത്ത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, അപ്പോൾ ഇൻ കേസ് ഓഫ് സ്പർ ഗിയർ പ്രോബ്ലം ബോത്ത് ഇവൻ ഇഫ് ദേ ഗിവൺ ബോത്ത് ആർ ദ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് വിൽ ബി ടേക്കിംഗ് പിനിയൻ ആസ് വീക്കർ. As a general convention in doing spar problem, if both are having same material, will be considering pinion as weaker. That means ഇനി അങ്ങോട്ട് എല്ലാ പ്രോബ്ലത്തിനും, ഐ മീൻ എല്ലാ ഇക്വേഷനും പിനിയൻ്റെ പാരാമീറ്റർ ആയി യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇക്വേഷൻ ദിസ് വിൽ ബി ദി ഇക്വേഷൻ. ഹിയർ എൻ പിനിയൻ്റെ ആവാം ഗിയറിൻ്റെ ആവാം. സിൻസ് പിനിയൻ ഇസ് വീക്കർ വിൽ ബി യൂസിങ് പിനിയൻ്റെ, അതാണ് N1 എടുത്തേക്കുന്നത്. ഫ്രം ദാറ്റ് യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ടോർക്ക്. സോ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന പാരാമീറ്റർ മൊഡ്യൂളാണ്. ഇതാണ് മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ. ഓരോ ടേമും കണ്ടുപിടിക്കണം. എം ടി നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സിഗ്മ ഡി ഹിയർ രണ്ടും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു സിഗ്മ ഡിയേ ഉള്ളൂ. സപ്പോസ് ഏതാണ് വീക്ക് അതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ പിനിയനാണ് വീക്ക് ആയതുകൊണ്ട് അത് മാത്രമല്ല ബോത്ത് ആർ ഹാവിങ് സെയിം. സോ ഒരു സിഗ്മ ഡിയേ ഉള്ളൂ ഡിസൈൻ സ്ട്രെസ്, ആ വാല്യൂ അറിയാം. സി വി വെലോസിറ്റി ഫാക്ടർ വി ഡോണ്ട് നോ, ദാറ്റ് അത് അസ്യൂം ചെയ്യും 0.5 എന്ന്. ഒരു ഇത് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റർ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ തരാത്തതുകൊണ്ട് will be taking CV as 0.5. For this type of questions, this is the way to solve this problem. So CV 0.5 assume ചെയ്തു. ഇനി അങ്ങോട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് we need to find certain parameter. I is the velocity ratio. This is the equation of I. This is N1 by N2 equal to D2 by D1 equal to Z2 by Z1. We know the value of N1 by N2, so we get the value of I4. വേറെ ഒരു വാല്യൂ നമ്മളെ ഇല്ല. സോ വെനെവർ നമ്പർ ഓഫ് ടീത്ത് ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു അസ്യൂം പിനിയൻ, എപ്പോഴും പിനിയൻ Z1 28 ടീത്ത് എന്ന് അസ്യൂം ചെയ്യണം. സോ വി ഓൾറെഡി നോ വാല്യൂ ഓഫ് I. Z1 20 ടീത്ത് അസ്യൂം ചെയ്യുമ്പോഴേക്കും യു ഗെറ്റ് ദ നമ്പർ ഓഫ് ടീത്ത് ഓഫ് ദ ഗിയർ. സോ വി ഹാവ് Z1 ആൻഡ് Z2 അല്ലേ. 20 ടീത്തും കിട്ടി, 80 ടീത്തും കിട്ടി. നെക്സ്റ്റ് പാരാമീറ്റർ Y ആണ് വേണ്ടത്. K ഞാൻ പറയാം, Y ആണ് വേണ്ടത്. So Y കണ്ടുപിടിക്കുന്നത്, this equation is all in the data book, you can find it, right?
സോ ഇതാണ് ഇക്വേഷൻ പൈ ഇൻറ്റു വൈ. അതിൽ സ്മോൾ വൈ ഈസ് ലൂയിസ് ഫോം ഫാക്ടർ. ഡേറ്റ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൂയിസ് ഫോം ഫാക്ടർ 3 സെറ്റ് ഇക്വേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് ആംഗിൾ. ഇവിടെ ആംഗിൾ തന്നിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം എനി ആംഗിൾ. ഹിയർ ഐ ആം ടേക്കിംഗ് 14.5 ഇൻവല്യൂട്ട് ആണ് വിചാരിക്കുക. സോ അതിൻ്റെ സ്പെസിഫിക് ഇക്വേഷൻ ഇതാണ്. ഹിയർ ആൾസോ ഇക്വേഷനിൽ യഥാർത്ഥത്തിൽ Z ആണ്, Z1 എന്നല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതാണ് വീക്കർ പിന്നെ അങ്ങോട്ടല്ല അതിൻ്റെ ആയിരിക്കും എടുക്കുന്നത്. സിൻസ് പിനിയൻ ഈസ് വീക്ക് ആയതുകൊണ്ട് Z1ൻ്റെ ആയിരിക്കും. ദാറ്റ് മീൻസ് പിനിയൻ്റെ. ദാറ്റ് മീൻസ് 20. അപ്പം y കിട്ടി. ഫ്രം ദാറ്റ് യു ഗെറ്റ് ക്യാപിറ്റൽ വൈ. സോ ഈ പാരാമീറ്ററും കിട്ടി അല്ലേ, ക്യാപിറ്റൽ വൈയും കിട്ടി. ഇവിടുത്തെ Z എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, പിനിയൻ്റെ എടുക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഏതാണ് വീക്കിൻ്റെ അതിൻ്റെ ആയിരിക്കും എടുക്കുന്നത്. ഈ K എന്ന് പറഞ്ഞ വാല്യൂ ആണ് വേണ്ടത്. അത് റേഷ്യോ ആണ്, B/M ആണ്. ദാറ്റ് വിഡ്ത്ത് ബൈ മൊഡ്യൂൾ ആണ്. അത് 10 ആണ്. എല്ലാ പ്രോബ്ലത്തിനും 10 അസ്യൂം ചെയ്യുന്നത്. K ഈക്വൽ ടു B/M 10 എന്ന് അസ്യൂം ചെയ്യും. സോ now we can find the module. Module will be 2.59 mm ആണ്. There is a standard value table on the data book. From that the next standard value will be 3 mm. So module m ഇട്ട് 3 mm. You already assume K equal to P/M 10 ആണെന്ന് അറിയാം. So width B from that equation you can find 30 mm. So first thing കഴിഞ്ഞു. Next is dynamic tooth load is the next parameter. ഇതാണ് equation to determine dynamic tooth load. അതിൽ ഓരോ പാരാമീറ്റർ കണ്ടുപിടിക്കുക. FT എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ലോഡ്, FT ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. സോ ഡിഫറെൻറ്റ് ഇക്വേഷൻ ഉണ്ട്. റെസ്റ്റ് ഓഫ് ദി ഇക്വേഷൻ യൂണിറ്റ് നോ ദ വാല്യൂ വെലോസിറ്റി. വെലോസിറ്റി ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതർവൈസ് ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഡയമീറ്റർ വേണം വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഡയമീറ്റർ ഇല്ലാത്തതുകൊണ്ട് സിൻസ് വെലോസിറ്റി ഈവൻ വെലോസിറ്റി തന്നിട്ടുമില്ല. സോ വിൽ ബി യൂസിങ് ദിസ് ഇക്വേഷൻ ഓഫ് FT because we know all the parameters in this equation. Sigma d അറിയാം, CV അറിയാം, B അറിയാം, capital Y അറിയാം, M അറിയാം. So from that you got the value of tangential load as 1443 Newton. Next C value കണ്ടുപിടിക്കണം. C value കണ്ടുപിടിക്കണമെങ്കിൽ we need velocity. ഇപ്പോൾ നമുക്ക് FT കിട്ടിയോണ്ട് there is another equation of FT. You can see there we have a V. Above equation which we can find the value of V. So now we have FT, right? So we can find V from this equation. So usually V നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ will go the other way, but here V തന്നിട്ടില്ലാതുകൊണ്ട് we are first find FT by using this equation. Then we again take other equation of FT to find the value of V. Here P നമുക്ക് value അറിയാം. Here this P must be in kilowatt, right? You don't make that mistake. You not convert that P into watt. It should be in kilowatt. Okay, that's why 10 kilowatt. Otherwise you won't get the answer. Then CS service factor 1.25 assume here. Then you'll get the value of V as 5.11 meter per second. Okay. Then data book ഒരു പേജ് ഉണ്ട് എറർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. I think it's 237. It's actually 237 ആണ്. So table 12.14 you get you can see the different error value corresponding to velocity. Here we got velocity 5.11, so approximately next value close value 5 meter per second ആണ്. So for 5 meter per second error value is 0.0640. Next step on the left side you can see another table 12.12. From that you can see different set of material, cast iron and cast iron and steel. Since you have already assumed both are cast steel or cast iron, you can take that first row equation. അതിൽ 0.064 കഴിഞ്ഞ് നെക്സ്റ്റ് ബിലോ വാല്യൂ വരുന്ന എറർ അക്കോർഡിംഗ് ടു ടേബിൾ 0.06. So what you're doing is 0.06 corresponding C value will be looking at the table, that is 331.8. So if we know the value 0.06, we can find the value 0.0640. That's a method we'll be using. So 0.06 value 331.8 ആണെങ്കിൽ 1 error already 331.8 by 0.06 ആയിരിക്കുമല്ലോ. So for 0.0640 ആണെങ്കിൽ it will be into this much value. Okay. That is the principle using to find C. We can look at this table is in the data book. You can simply find it.
The last step is simply substitute all the required parameters into the equation to find the dynamic tooth load. Okay, this is the way to solve this problem.